മുഹമ്മദ് അലി എന്നാണ്. ഞാൻ ഈ കാസർഗോഡ് കുപ്പള ഭാഗത്ത് ബന്ദിയോട് എന്ന സ്ഥലത്താണ്. അപ്പോളോ ട്രേഡിംഗ് ഉടമയാണ് ഞാൻ. 2008 മുതൽ ഈ വെൽവർത്ത് എന്ന ബ്രാൻഡ് ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെൽവർത്തിലിപ്പോൾ അവസാനമായി വന്ന ഈ MFT എന്ന പൈപ്പിൻ്റെ ഈ ടെക്നോളജിയിലുള്ള ഈ പ്രൊഡക്റ്റ് ഏറെ കസ്റ്റമേഴ്സിനെല്ലാം നല്ല ഒരു ഗുണനിലവാരത്തിൽ തോന്നിയത് കൊണ്ട് കസ്റ്റമേഴ്സെല്ലാം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ഇതിൽ നിൻ്റെ ഫീഡ്ബാക്കായിട്ട് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നും ഈ MFTയെക്കുറിച്ച് ആൾക്കാർ റിക്വയർമെൻറ്റ് ഇന്നും നിലനിർത്തിക്കൊണ്ടുണ്ട്. അതുപോലെ ഈ മറ്റുള്ള പൈപ്പിനായിട്ടും ഏറെ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഈ വെൽവർത്ത് നമുക്ക് ഇതുവരെ ഈ 15 വർഷത്തിൻ്റെ ഈ കാലയളവിൽ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഇവരെ ഗാർഡൻ ഹോസ് ആയാലും മറ്റേ ഗ്രീൻ ഹോസ് ആയാലും ഇതെല്ലാം നമുക്ക് ഇപ്പോൾ അതിൻ്റെ വെൽക്കോർ എന്നുള്ള പ്രൊഡക്റ്റ് അവർ വരുന്നുണ്ട്. അപ്പോൾ അതും അതുതന്നെ കസ്റ്റമർ അത് ഡിമാൻഡ് ചെയ്ത് വരുന്നൊരു പ്രൊഡക്റ്റായിരുന്നു. അത് വെച്ചാൽ നമുക്കും ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമർ ആണെങ്കിൽ നല്ല 5 വർഷത്തിൽ കൂടുതൽ ഈ വെൽക്കോർ എന്ന പ്രൊഡക്റ്റ് ഫ്ലെക്സിബിൾ പൈപ്പ് അത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് കസ്റ്റമർ എപ്പോഴും റിക്വയർമെൻറ്റ് ചെയ്ത് വരുന്ന കാര്യമായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു ടെക്നീഷ്യൻ പ്ലസ് കോൺട്രാക്ട് വർക്കെല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിലൊരു സംഭവം ഈ പൈപ്പിനെ കുറിച്ച് പറയാം. ഒരു വീട്ടിൽ ഞാൻ ഒരു കോൺട്രാക്ട് വർക്കിന് പോയി. അവർ ആ വീട്ടിൻ്റെ മൊത്തം വർക്കിന് കോൺട്രാക്ട് എനിക്ക് തന്നു. എന്നുവെച്ചാൽ പ്ലംബിങ് വർക്കിന് അന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ MFT പൈപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോസ്റ്റ് അവർ പറഞ്ഞു. അതിന് അവർ കമ്പയർ ആയിരുന്നില്ല. പക്ഷേ അവർ മറ്റൊരു കൊട്ടേഷൻ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ഏകദേശം 25% ഡിഫറൻറ്റിൽ അവർക്ക് മാർക്കറ്റിൽ ആ റേറ്റും ആ ടെക്നീഷ്യനെയും ആ മെറ്റീരിയലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീടുള്ള അവർ ആ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണമേന്മ ഇല്ലാത്ത കാരണം കൊണ്ട് ആ പൈപ്പുകളൊക്കെ വെയിലടിച്ച സമയത്ത് വെൻഡായി പോവുകയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ആ വീട്ടിൽ ആ ബാത്റൂമിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള വർക്ക് നടക്കാത്ത കാരണത്താൽ തിരിച്ച് എന്നെ സമീപിക്കുകയും ആ സമീപനത്തിൽ അവർ തിരിച്ച് ഞാൻ ഈ വെൽവർത്ത് പൈപ്പുകളാണ് ഉപയോഗിച്ചത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പിന്നീടുള്ള ഇതുവരെയായിട്ട് അത് ഏകദേശം ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ അതിനുള്ള ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ തിരിച്ച് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അന്ന് ഒരു 20% വ്യത്യാസത്തിൽ അന്ന് അവർ മാറിയെങ്കിലും ആ 20%നും പിന്നീട് അവർ 50%നും കൂടുതൽ മുകളിൽ അവർ തുക അതിന് ചിലവഴിക്കേണ്ടി വന്നു. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ മാർക്കറ്റിൽ ഗുണനിലവാരം ഇല്ലാത്തതിൻ്റെ പേരിൽ ആൾക്കാർ ഈ കൊട്ടേഷൻ ബേസ് ചെയ്തിട്ട് പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ടെക്നീഷ്യൻ നേരത്തെ പറഞ്ഞായിരുന്നു. ടെക്നീഷ്യൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾ പൊതുവെയുള്ള ഒരു അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയുള്ള കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു വീട് വെക്കുക എന്നുള്ള ഒരുത്തൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമായിരിക്കും. നമ്മൾ പല രീതിയിലും ഫണ്ട് സ്വരൂപിച്ചിട്ട് ഒരു ജീവിത അഭിലാഷമാണ് ഒരുത്തന് വീട് വെക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ആൾക്കാർക്കും പൊതുവെ വിദേശത്ത് താമസിക്കുന്നവർക്കും എല്ലാം ഉള്ള ഒരു ആഗ്രഹമാണ് ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഏകദേശം കമ്പിക്കുന്നില്ല മറ്റുള്ള സിമെൻറ്റുകൾക്കും മറ്റു ടൈൽസ് വർക്കിനും അതിനൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ചിലവാക്കും. പക്ഷേ പ്ലംബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് വരുന്നത്. പക്ഷേ അതിൽ നമ്മൾ ഈ ക്വാളിറ്റി നിലവാരമില്ലാത്ത പൈപ്പുകളും നിലവാരം കുറഞ്ഞ മെറ്റീരിയലുകളും ഉപയോഗിച്ച് അതിനെ നമ്മൾ ഒരു ഇതാവാതെ പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാം. അതുകൊണ്ട് എത്ര നല്ല രീതിയിലുള്ള നിലവാരമുള്ള ഇതുപോലെ MFT പൈപ്പ് പോലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള വീടുകൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല ഈട് നിൽക്കാൻ പറ്റും. നല്ല ലോങ് ലൈഫ് അത് കിട്ടാനുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്ന ഞാൻ എൻ്റെ ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.